കളക്ടർ ഇപ്പോൾ ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നതിനെ കുറിച്ച് പറയുന്നു, അത് കേൾക്കാം. ജൂലൈ 30 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊള്ളുന്ന ഓർമ്മയാണ്. വീണ്ടും വലിയ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചെത്തുകയാണ്. ഞാനുള്ളത് വയനാട്ടിലാണ്. വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ IAS നമുക്കൊപ്പം ചേരുകയാണ്. മാഡം, ഒരു വർഷമായി. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈയൊരു ദുരന്തമുണ്ടായ സമയത്ത് എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോൾ, ഇത്രയും വലിയൊരു ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുള്ള മനസ്സിൽ എന്തായിരുന്നു ആ സമയത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ സമയത്തിലെ ഇത്ര 298 ആൾക്കാരുടെ ജീവനത്തിന്റെ ഒരു പ്രശ്നമായിട്ടുണ്ട് ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 ആൾക്കാരുടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷെ അവിടെ പോയി ചെന്നപ്പോഴാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായത്. ഇമ്മീഡിയറ്റ്ലി നമ്മളെ മൈൻഡിൽ വന്നതും ജീവൻ കൊണ്ട് ആരൊക്കെ ഉണ്ടോ അവരെ ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെടുത്തണം. സംഭവിച്ചിട്ടുണ്ട്, ബട്ട് ഇമ്മീഡിയറ്റ്ലി വിൽ ഹാവ് ടു ആക്ട്, അതായിരുന്നു. സോ ഇമ്മീഡിയറ്റ്ലി വി ആസ്ഡ് ഫോർ സപ്പോർട്ട് ഫ്രം ദ ഇന്ത്യൻ ആർമി. മറ്റുള്ള എല്ലാ ഫോഴ്സസിൽ നിന്നും നമ്മൾ സപ്പോർട്ട് ചോദിച്ചു. ആദ്യമായിട്ട് ദുരന്തത്തിന് നമ്മളെ ആൾക്കാരാണ് റെസ്പോണ്ട് ചെയ്തത്. അവിടുത്തെ നാട്ടുകാർ, നമ്മളത്തെ അവിടെ ചുരൽമല മുണ്ടക്കയിലുള്ള നാട്ടുകാരും, നമ്മളെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, നമ്മളെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, നമ്മളെ അടുത്തുള്ള NDRF ടീം. സോ റെസ്ക്യൂ ഓപ്പറേഷനിൽ നല്ല രീതിയിൽ ചെയ്യണം, അതായിരുന്നു നമ്മളെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. കഴിഞ്ഞ ഒരു വർഷം ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു ജില്ലാ കളക്ടർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ടെൻഷൻ മാഡത്തിനുണ്ട്, ഞങ്ങളും കാണുന്നതാണ്. അതെങ്ങനെ ടാക്കിൾ ചെയ്തു ഈ കഴിഞ്ഞൊരു വർഷക്കാലം? വയനാട് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ജില്ലയാണ്. ഓൾറെഡി ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ബിക്കോസ് ഓൺലി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്. ദെൻ അഗെയിൻ കൂടുതൽ വന്യമൃഗശല്യം ഒക്കെ ഉള്ള ജില്ലയാണ്. ദെൻ എപ്പോഴും ഇങ്ങനെ ക്ലൈമറ്റിക് പിന്നെ അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ്. സോ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ്സ് എ ചാലഞ്ചിങ് ഡിസ്ട്രിക്ട്. ആ ഒരു പ്രിപ്പറേഷനും കൂടെയാണ് ഞാൻ എത്തുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മുടെ വർക്ക് ഇരട്ടിയായിപ്പോയി. സോ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന 10 മുതൽ 7 മണി വരെ ചെയ്യുന്ന ജോലി 10 മുതൽ നൈറ്റ് 2 മണി 3 മണി 4 മണി വരെ നമ്മൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥ വന്നു. പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു. നമ്മുടെ ഓഫീസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കളക്ടർ പറയുമ്പോൾ കളക്ടർ മാത്രമല്ല, കളക്ടറിന്റെ പുറകിൽ ഒരു വലിയ ടീമുണ്ട്. അവർ നന്നായിട്ട് ജോലി ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, നമ്മളെ ജോലി നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സർക്കാരിന്റെ നല്ല ഒരു സപ്പോർട്ടും മിനിസ്റ്റർമാരുടെ നല്ല സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഈ ഒരു കൊല്ലം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. വ്യക്തിപരമായി പറഞ്ഞാൽ മാഡം കളക്ടറായിട്ടുള്ള ആദ്യ പോസ്റ്റിംഗ് വയനാട്ടിലായിരുന്നു. അപ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ ഇത്രയും വലിയൊരു വെല്ലുവിളി വരുന്നു. സ്വാഭാവിക വ്യക്തിപരമായിട്ട് അത് അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും ഒരു വലിയ ദുരന്തം ഇത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചതും ഒരു ഇത് തന്നെയാണ്, ഒരു ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. സോ നമുക്ക് 100% ചെയ്യാൻ സാധിക്കില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും സാധിക്കില്ല. പക്ഷെ നമ്മളെ ഈ ചട്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, ഗവൺമെന്റ് ഓർഡേഴ്സ് അനുസരിച്ചിട്ട് ഒരാളും പുറത്ത് നിൽക്കുന്നില്ല. നമ്മൾ ആ രീതിയിലെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാനിവിടെ വരുന്ന സമയത്ത് കുട്ടികളുടെ സൈക്കിളും കുട്ടികളുടെ ചെരുപ്പും അവർക്ക് 2 പേരാണെന്നാണ് ഞാൻ മനസ്സിലായല്ലേ. അപ്പൊ നമ്മളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വലിയ സങ്കടമുള്ള സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചൂരൽമലയിലെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷം കുട്ടികളെ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു. കാരണം രാവും ഊണും ഉറക്കവും ഇല്ലാത്തൊരു ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. ഇന്നാ ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഹൈദരാബാദിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. സോ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് ഉണ്ട് അവിടെ. എപ്പോഴും കളക്ടർ പറയുമ്പോൾ തിരക്ക് തന്നെയാണ്. പറ്റുന്ന സമയം അവരെ കൂടി ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തീരാ പറ്റൂല. ബിക്കോസ് മദർഹുഡ്, കളക്ടർ രണ്ടും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള 2 പോസ്റ്റാണ്. എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ എപ്പോഴും വീട്ടിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഓഫീസിലെ എപ്പോഴും വി ട്രൈ ടു ബി നമ്മൾ 100% കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം എന്ന ഇതിലാണ് നമ്മൾ നിൽക്കുന്നതും. പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അഗെയിൻ ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നടക്കുന്നുണ്ട്. മാഡം, ഇനി നമ്മൾ പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, താൽക്കാലിക പുനരധിവാസത്തിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എവിടെയും എടുത്തു പറയാനുണ്ടായിരുന്നില്ല. സ്ഥിരം പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ നിൽക്കുന്നു. നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് പടവെട്ടിക്കുന്നാണ്. പടവത്തിക്കൊണ്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു. അതൊരു ക്ലസ്റ്ററാക്കി തിരിച്ചിരിക്കുകയാണ്. അവരുടെ ആശങ്ക സ്വാഭാവികം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അവർക്ക് ആശ്വാസമേകുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് പങ്കുവെക്കാനുണ്ടാവില്ലേ?
ഇതിലെ നമ്മളെ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസിന്റെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തിൽ phase 1, 2A, 2B 3 തരത്തിലുള്ള ലിസ്റ്റാണ്. phase 1 പറയുമ്പോൾ ഫുള്ളി വാഷ്ഡ് ഔട്ട്, ഫുള്ളി ഡാമേജ്ഡ്, പാർഷ്യലി ഡാമേജ്. phase 2 പറയുമ്പോൾ അവര് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല, പക്ഷെ നോഗോ സോണിൽ വരുന്ന ആൾക്കാരാണ്. phase 2B പറയുമ്പോൾ നോഗോ സോണിൽ നിന്നും 50 മീറ്റർ അകലെ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളാണ്. ഇതാണ് നമ്മളെ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരാളും പുറത്ത് നിൽക്കുന്നില്ല. പടവട്ടിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് മാഡം, പോയിട്ടുണ്ടാവില്ല. അങ്ങോട്ടുള്ള വഴിയെല്ലാം പൂർണ്ണമായി തകർന്നു. അവരിനി അവിടെ താമസിക്കാൻ പോയാലും ഒറ്റപ്പെട്ടു പോകും. അപ്പം അവർ വലിയ ഞാൻ പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഗവൺമെന്റ് ഓർഡേഴ്സ്, നമുക്ക് കിട്ടിയ SOPന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക്. സോ നമ്മളിത് DDMA വിശദമായിട്ട് ചർച്ച ചെയ്ത് ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്. അഫ്കോഴ്സ് സ്വാഭാവികമായിട്ട് ഈ ലിസ്റ്റിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ സമീപിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ റിക്വസ്റ്റും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ മുമ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം, നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇവിടെയുള്ള ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് ഒരു പ്രത്യേക കാർഡ് ഇല്ലാത്തത് കൊണ്ട്, അത് കൊടുക്കാൻ പോകുന്നു എന്നറിയാം, എന്നാൽ പോലും കാർഡ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സർക്കാർ ആശുപത്രിയിൽ പോലും പൈസ അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ പണമടച്ച ആളുകളുടെ അതിന്റെ റെസിപ്റ്റ് ഒക്കെ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ കാർഡ് പെട്ടെന്ന് കൊടുക്കുക, പണം അടയ്ക്കേണ്ടി വന്നവർക്ക് അത് തിരികെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യഘട്ടമായിട്ട് 8 ആൾക്കാരുടെ 2.4 lakhs ഉണ്ടായിരുന്നു. അത് റീഎംബേഴ്സ്മെന്റ് ചെയ്യാനുള്ള നടപടി നമ്മൾ എടുത്തു. ഇനി അടുത്തതായിട്ട് ഒരു 6 ആൾക്കാരുടെ ബിൽസും കൂടി ഇനി സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇതിലെ കുറെ ആൾക്കാരും വെള്ള പേപ്പറിൽ എനിക്ക് 5,000 rupees ചെലവഴിച്ചിട്ടുണ്ടോ. ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളും ബിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ മെഡിക്കൽ ബോർഡ് കൂടി അവർക്ക് തീരുമാനം എടുത്തിട്ട് കൊടുക്കാറുണ്ട്. സർക്കാർ ആശുപത്രിയിൽ പണം കൊടുക്കേണ്ടി വന്ന ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള ഡെഫിനറ്റ്ലി നമുക്ക് അവിടെയും OP ടിക്കറ്റ് ഒക്കെ എല്ലാം സൗജന്യമാക്കി കൊടുക്കാനാണ് നമ്മൾ. OP ടിക്കറ്റും അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ എല്ലാവർക്കും സ്മാർട്ട് കാർഡ് വിതരണം ചെയ്യും. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓരോരോ ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടു മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൊല്ലം അതുപോലെ തന്നെയാണ്. ബിക്കോസ് ഇത്രയും ഒരു വലിയ ഇഷ്യൂസ് വരുമ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ അതിനെ ഓരോന്നിനും നമ്മൾ സൊല്യൂഷൻസ് കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇന്ന നമുക്ക് സ്മാർട്ട് കാർഡ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഈ സൊല്യൂഷനും കൂടി നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും യാത്ര തുടങ്ങിയാണ്. കലക്ടർ ഇന്ന് പുത്തുമലയിൽ പോകാനുണ്ട്, മേപ്പാടി പോകാനുണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയില്ല, ഊണും ഉറക്കവും ഇല്ലാത്ത രക്ഷാ ദൌത്യമെന്ന്. ഞങ്ങൾ ആ റിപ്പോർട്ടിംഗ് സമയത്ത് ഇവിടെ വന്ന സമയത്ത് എത്ര രാത്രിയായാലും കലക്ടർ ഇവിടെ കാണാമായിരുന്നു. അതിനേരം പുലരുമ്പോഴും നമുക്ക് കാണാമായിരുന്നു. വലിയ പരാതികളോ ഒന്നുമില്ലാതെയാണ് താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞ് സ്ഥിരം പുനരധിവാസത്തിനുള്ള അവരുടെ ആവശ്യം മുറുകയാണ്. ഏതായാലും കലക്ടർ വളരെയധികം നന്ദി. പ്രത്യേകിച്ച് കർണാടകയിലാണ് അല്ലേ ഇങ്ങനെ വന്ന് വയനാടിനെ ചേർത്തിടുക. വയനാട് എന്റെ കൂടി നാടാണ് എന്നൊരു തോന്നൽ സ്വാഭാവികം. ഡെഫിനറ്റ്ലി ഇപ്പോ ഒരുപാട് അറ്റാച്ച്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ ദുരന്തബാധിതരുടെ ഓരോരോ സ്റ്റോറി എനിക്കറിയും. ഇവരുടെ വീട്ടിൽ ഇത്ര ആൾക്കാരായിരുന്നു, ഈ കുട്ടിയായിരുന്നു. ബിക്കോസ് ഓൾമോസ്റ്റ് സിൻസ് 1 year നമ്മൾ ക്ലോസ് ആയിട്ട് അവരെ കൂടെ ഇടപെടുന്നത് കൊണ്ട് കുറേ ആൾക്കാരുടെ നല്ലൊരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ വയനാടിനെ കുറിച്ച് ഒരു അറ്റാച്ച്മെന്റ് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും ജോലി ചെയ്യുന്ന സമയത്തിൽ സ്വാഭാവികമായിട്ട് വരും. ഇനി കളക്ടറാണ്, എവിടെ പോയാലും വയനാട് ഒരിക്കലും മറക്കില്ല. ഡെഫിനറ്റ്ലി. ഓക്കെ, അതാണ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ നമുക്കൊരു പേടിയാണ് ഈ ദിവസം. പക്ഷേ ജില്ലാ കളക്ടർ പതിവ് തിരക്കിലേക്ക് പോവുകയാണ്. TR മേഘശ്രീ IAS ആണ് നമുക്കൊപ്പം സംസാരിച്ചത്.